വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ വലിയ പരിശ്രമങ്ങൾ വേണമെന്നാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ ജെയിംസ് ക്ലിയർ തന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലൂടെ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. എങ്ങനെയാണോ ഒരു ചെറിയ ആറ്റം വലിയ സ്ഫോടനങ്ങളുണ്ടാക്കുന്നത്, അതുപോലെ ചെറിയ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അനായാസം വലിയ വിജയങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ കഴിയുന്നത്? അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇച്ഛാശക്തിയോ ബുദ്ധിയോ ഉള്ളതുകൊണ്ടാണോ? അല്ല എന്ന് ജെയിംസ് ക്ലിയർ തീർത്തു പറയുന്നു. ലോകപ്രശസ്തമായ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത്, വിജയമെന്നത് നിങ്ങളെടുക്കുന്ന ഒരു വലിയ തീരുമാനമല്ല, മറിച്ച് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളുടെ ഫലമാണ് എന്നാണ്. നമ്മളിൽ പലരും വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. എനിക്ക് 20 കിലോ കുറയ്ക്കണം, എനിക്കൊരു കോടീശ്വരനാകണം. ലക്ഷ്യങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ്, പക്ഷേ ആ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു വലിയ പരാജയത്തിന് കാരണമാകും. ഈ വീഡിയോയിലൂടെ ലക്ഷ്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ആ രഹസ്യ സിസ്റ്റം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഭാഗം 1: അദൃശ്യമായ പുരോഗതിയും സൈക്ലിംഗ് ടീമിന്റെ അത്ഭുതവും. ഈ പുസ്തകം തുടങ്ങുന്നത് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന കഥയിലൂടെയാണ്. 1908 മുതൽ ഏകദേശം 110 വർഷത്തോളം ബ്രിട്ടീഷ് സൈക്ലിംഗ് താരങ്ങൾ ലോകവേദികളിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. ഒരൊറ്റ ടൂർ ഡി ഫ്രാൻസ് കിരീടം പോലും അവർക്ക് നേടാനായില്ല. ബ്രിട്ടീഷ് താരങ്ങൾക്ക് തങ്ങളുടെ സൈക്കിൾ വിൽക്കാൻ പോലും പ്രമുഖ കമ്പനികൾ മടിച്ചു. കാരണം ആ സൈക്കിൾ ഉപയോഗിച്ചാൽ തോറ്റുപോകും എന്നൊരു ഇമേജ് വരുമെന്ന് അവർ ഭയന്നു. അവിടേക്കാണ് 2003-ൽ ഡേവ് ബ്രെയിൽസ്ഫോർഡ് വരുന്നത്. അദ്ദേഹം അഗ്രിഗേഷൻ ഓഫ് മാർജിനൽ ഗെയിൻസ് എന്ന തത്വം നടപ്പിലാക്കി. അതായത് സൈക്ലിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വെറും 1% മാറ്റം വരുത്തുക. അവർ സൈക്കിൾ സീറ്റുകൾ കൂടുതൽ സൗകര്യപ്രദമാക്കി, താരങ്ങളുടെ വസ്ത്രങ്ങൾ കാറ്റിന്റെ പ്രതിരോധം കുറയ്ക്കുന്ന രീതിയിൽ മാറ്റി. ഏത് തലയിണയിൽ ഉറങ്ങിയാലാണ് താരങ്ങൾക്ക് കൂടുതൽ വിശ്രമം ലഭിക്കുക എന്ന് കണ്ടെത്താൻ അവർ 100 കണക്കിന് തലയിണകൾ പരീക്ഷിച്ചു. താരങ്ങൾ കൈകൾ കഴുകേണ്ട രീതി വരെ അവർ മാറ്റി. കാരണം പനി വരാനുള്ള സാധ്യത 1% കുറയ്ക്കാൻ അത് സഹായിക്കും. 5 വർഷം കൊണ്ട് മാറ്റം ദൃശ്യമായി. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ അവർ 60% മെഡലുകൾ നേടി. പിന്നീട് നടന്ന ടൂർ ഡി ഫ്രാൻസുകളിൽ അവർ ചരിത്രം കുറിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതേ 1% നിയമം പ്രയോഗിക്കാം. ഒരു ദിവസം വെറും 1% മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 മടങ്ങ് മികച്ചവനാകും. എന്നാൽ 1% വീതം ഓരോ ദിവസവും പിന്നോട്ടു പോയാൽ നിങ്ങൾ 0-ലെത്തും. ഭാഗം 2: ലാറ്റന്റ് പൊട്ടൻഷ്യലിന്റെ താഴ്വര. പലരും ശീലങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം അവർക്ക് പെട്ടെന്ന് ഫലം കാണണം എന്നുള്ളതുകൊണ്ടാണ്. 1 മാസം ജിമ്മിൽ പോയിട്ട് മസിൽ വന്നില്ലെങ്കിൽ നമ്മൾ നിർത്തും. ഇവിടെയാണ് ജെയിംസ് ക്ലിയർ ഐസ് ക്യൂബ് ഉദാഹരണം പറയുന്നത്. നിങ്ങളൊരു ഐസ് കട്ട -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു മുറിയിൽ വയ്ക്കുന്നു. നിങ്ങൾ മുറിയിലെ ചൂട് സാവധാനം കൂട്ടുന്നു. -4, -3, -2, -1. ഐസ് കട്ടയ്ക്ക് മാറ്റമൊന്നുമില്ല. 0 ഡിഗ്രി എത്തുമ്പോഴും മാറ്റമില്ല. എന്നാൽ 1 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ പെട്ടെന്ന് ഐസ് ഉരുകാൻ തുടങ്ങുന്നു. മുൻപ് നിങ്ങൾ നൽകിയ ഓരോ ഡിഗ്രി ചൂടും വെറുതെയായിരുന്നോ? അത് ഐസിനുള്ളിൽ ഊർജ്ജമായി സംഭരിക്കപ്പെടുകയായിരുന്നു. ശീലങ്ങളും ഇതുപോലെയാണ്. ഫലം പുറത്തു കാണുന്നതുവരെ നിങ്ങൾ ആ പ്രക്രിയ തുടരണം. ആ കാലയളവിനെയാണ് നിരാശയുടെ താഴ്വര എന്ന് വിളിക്കുന്നത്. അതിനെ മറികടക്കുന്നവർ മാത്രമേ വിജയിക്കൂ. ഭാഗം 3: ലക്ഷ്യങ്ങളല്ല, സിസ്റ്റമാണ് പ്രധാനം. നിങ്ങളൊരു മുറി വൃത്തിയാക്കാൻ തീരുമാനിക്കുന്നു. അതൊരു ലക്ഷ്യമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട ആ മുറി വൃത്തിയാക്കി. പക്ഷേ നിങ്ങളുടെ ശീലങ്ങൾ പഴയതാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ മുറി വീണ്ടും പഴയ പോലെയാകും. അതായത് നിങ്ങൾ ലക്ഷ്യം കൈവരിച്ചു, പക്ഷേ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരേ ലക്ഷ്യങ്ങൾ തന്നെയാണ് വെക്കുന്നത്. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ A+ വേണമെന്നുണ്ടാകും. എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചിലർ മാത്രം ജയിക്കുന്നു? കാരണം അവരുടെ സിസ്റ്റം വ്യത്യസ്തമാണ്. ലക്ഷ്യമെന്നത് സ്കോർ ബോർഡ് പോലെയാണ്. സിസ്റ്റം എന്നത് ഗ്രൗണ്ടിലെ കളി പോലെയും. നിങ്ങൾ സ്കോർ ബോർഡിൽ നോക്കിയിരുന്നാൽ കളി ജയിക്കില്ല. കളിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ സ്കോർ ബോർഡ് മാറുകയുള്ളൂ. ഭാഗം 4: സ്വത്തത്തിൽ തുടങ്ങുന്ന മാറ്റം. ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ 3 തലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഫലം മാറ്റുക, ഉദാഹരണത്തിന് തടി കുറയ്ക്കുക. പ്രക്രിയ മാറ്റുക, ഉദാഹരണത്തിന് ദിവസവും ഓടുക. സ്വത്തം മാറ്റുക, നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റുക. മിക്കവരും ഫലം മാറ്റാനാണ് നോക്കുന്നത്. എന്നാൽ ശരിക്കുള്ള മാറ്റം വരുന്നത് സ്വത്വത്തിൽ നിന്നാണ്.
പുകവലി നിർത്താൻ ശ്രമിക്കുന്ന ഒരാൾ ആരെങ്കിലും സിഗരറ്റ് നീട്ടുമ്പോൾ അയാൾ പറയുന്നു, വേണ്ട, നന്ദി, ഞാൻ പുകവലി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇതിനർത്ഥം അയാൾ ഉള്ളിൽ ഇപ്പോഴും ഒരു പുകവലിക്കാരനാണ് എന്നാണ്. എന്നാൽ രണ്ടാമത്തെ ഒരാൾ പറയുന്നു, വേണ്ട, നന്ദി, ഞാനൊരു പുകവലിക്കാരനല്ല. ഇവിടെ മാറ്റം അയാളുടെ ഉള്ളിലാണ് വന്നത്. നിങ്ങളൊരു വായനക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പുസ്തകം വായിച്ചു തീർക്കണം എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാനൊരു വായനക്കാരനാണ് എന്ന് വിശ്വസിച്ചു തുടങ്ങുക. നിങ്ങൾ ജിമ്മിൽ പോകുന്നത് വെറും തടി കുറയ്ക്കാനല്ല, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സ്നേഹിക്കുന്ന ഒരാരോഗ്യമാനാണ് എന്ന് തെളിയിക്കാനാണ്. ഓരോ ചെറിയ ശീലവും നിങ്ങൾ ആ ശൈലിയിലുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങളോട് തന്നെ തെളിയിക്കുന്ന ഓരോ വോട്ടുകളാണ്. ഭാഗം 5. ശീലങ്ങൾ രൂപീകരിക്കുന്നതിന്റെ 4 നിയമങ്ങൾ. നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കാൻ 4 ശാസ്ത്രീയ നിയമങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ഏത് നല്ല ശീലത്തെയും വളർത്താനും ഏത് മോശം ശീലത്തെയും ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. 1-ാം നിയമം, അതിനെ വ്യക്തമാക്കുക. നമ്മുടെ തലച്ചോറ് സൂചനകളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആപ്പിൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കണ്ടാൽ നമ്മളത് കഴിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ അത് ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിലാണെങ്കിൽ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നിങ്ങളുടെ നല്ല ശീലങ്ങൾക്കുള്ള സൂചനകൾ കൺമുന്നിൽ വയ്ക്കുക. ഇവിടെ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു വിദ്യയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നത്. നിങ്ങളിപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ശീലത്തോടൊപ്പം പുതിയ ഒരു ശീലത്തെ കൂട്ടിച്ചേർക്കുക. ഉദാഹരണം, രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്റെ ഡയറി എഴുതും. ഇവിടെ ചായ കുടിക്കുക എന്നത് ഒരു സൂചനയായി മാറുന്നു. ഇതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുക. വെള്ളം കൂടുതൽ കുടിക്കണമെങ്കിൽ വീടിന്റെ എല്ലാ മുറികളിലും ഓരോ കുപ്പി വെള്ളം നിറച്ചുവെക്കുക. 2-ാം നിയമം, അതിനെ ആകർഷകമാക്കുക. നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആനന്ദം തോന്നുന്നത്. നമ്മളൊരു ശീലം വീണ്ടും ചെയ്യുന്നത് അത് നമുക്ക് സന്തോഷം നൽകുന്നതുകൊണ്ടാണ്. ഇവിടെയാണ് ടെംപ്ടേഷൻ ബണ്ടിംഗ് വരുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് നെറ്റ്ഫ്ലിക്സ് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ വ്യായാമം ചെയ്യാൻ മടിയും. അവൻ എന്തു ചെയ്തു എന്നറിയാമോ? അവൻ തന്റെ വ്യായാമ സൈക്കിളിനെ ഒരു കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ചു. അവൻ നിശ്ചിത വേഗത്തിൽ സൈക്കിൾ ചവിട്ടിയാൽ മാത്രമേ നെറ്റ്ഫ്ലിക്സ് വർക്ക് ചെയ്യൂ എന്നവൻ ക്രമീകരിച്ചു. ഇപ്പോൾ അവന് പ്രിയപ്പെട്ട സിനിമ കാണണമെങ്കിൽ സൈക്കിൾ ചവിട്ടിയേ തീരൂ. നിങ്ങളുടെ കാര്യത്തിലും ഇത് ചെയ്യാം. ജോലി കഴിഞ്ഞു വന്നാൽ 10 മിനിറ്റ് പുസ്തകം വായിക്കും, അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സോഷ്യൽ മീഡിയ നോക്കാൻ അനുവാദമുള്ളൂ എന്ന് തീരുമാനിക്കുക. 3-ാം നിയമം, അതിനെ എളുപ്പമാക്കുക. ശീലങ്ങൾ തുടങ്ങുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിന് ജെയിംസ് ക്ലിയർ നൽകുന്ന മരുന്നാണ് 2 മിനിറ്റ് നിയമം. നിങ്ങളൊരു പുതിയ ശീലം തുടങ്ങുമ്പോൾ അത് വെറും 2 മിനിറ്റിൽ താഴെ ചെയ്യാവുന്ന ഒന്നാക്കി മാറ്റുക. ദിവസവും 1 മണിക്കൂർ പഠിക്കുക എന്നതിനെ ഒരു പേജ് വായിക്കുക എന്നാക്കുക. ദിവസവും 30 മിനിറ്റ് ഓടുക എന്നതിനെ ഷൂ ധരിക്കുക എന്നാക്കുക. നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടരാൻ എളുപ്പമാണ്. നിങ്ങൾ ഷൂ ഇട്ടുകഴിഞ്ഞാൽ 5 മിനിറ്റെങ്കിലും നടക്കാൻ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ലക്ഷ്യം വലുതാക്കാതെ തുടങ്ങുക എന്നതിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ ഘർഷണം കുറച്ചതാക്കുക. ജിമ്മിൽ പോകാൻ മടിയാണെങ്കിൽ തലേ ദിവസം തന്നെ ജിം ബാഗ് റെഡിയാക്കി വയ്ക്കുക. 4-ാം നിയമം, അതിനെ സംതൃപ്തമാക്കുക. നമ്മുടെ തലച്ചോറിന് തൽക്ഷണ പ്രതിഫലങ്ങൾ ഇഷ്ടമാണ്. നല്ല ശീലങ്ങളുടെ ഗുണം കിട്ടാൻ സമയമെടുക്കും. എന്നാൽ മോശം ശീലങ്ങളുടെ ഗുണം പെട്ടെന്ന് കിട്ടും. ഉദാഹരണത്തിന് ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള രുചി. അതുകൊണ്ട് നല്ല ശീലങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ സന്തോഷം കണ്ടെത്തുക. ഹാബിറ്റ് ട്രാക്കിംഗ് ഇതിന് നല്ലൊരു വഴിയാണ്. ഒരു കലണ്ടറിൽ ഓരോ ദിവസം ശീലങ്ങൾ പൂർത്തിയാക്കുമ്പോഴും ഒരു X അടയാളമിടുക. ആ ശൃംഖല മുറിയാതെ നോക്കുന്നത് നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. നെവർ മിസ് ട്വൈസ് എന്നൊരു നിയമം കൂടി ഇതിലുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ദിവസം ശീലം മുടങ്ങിയാൽ അടുത്ത ദിവസം അത് ഉറപ്പായും ചെയ്തിരിക്കണം. തുടർച്ചയായി 2 ദിവസം മുടങ്ങിയാൽ അതൊരു പുതിയ മോശം ശീലമായി മാറും. ഭാഗം 6. മോശം ശീലങ്ങളെ പൂട്ടാനുള്ള വിദ്യ. നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച അതേ നിയമങ്ങൾ തിരിച്ചിട്ടാൽ മോശം ശീലങ്ങളെ ഒഴിവാക്കാം. അതിനെ അദൃശ്യമാക്കുക. നിങ്ങൾ TV കാണുന്നത് കുറയ്ക്കണമെങ്കിൽ TV കാണാത്തൊരു മുറിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ TVയുടെ പ്ലഗ് ഊരിവെക്കുകയോ ചെയ്യുക. അതിനെ ആകർഷണമല്ലാതാക്കുക. ആ മോശം ശീലം ചെയ്യുന്നതുകൊണ്ട് ഭാവിയിലുണ്ടാകുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. അതിനെ പ്രയാസകരമാക്കുക. ഫോൺ നോക്കുന്നത് കുറയ്ക്കണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ആപ്പ് ഡിലീറ്റ് ചെയ്യുക. ഓരോ തവണ നോക്കണമെങ്കിലും ബ്രൗസറിൽ പോയി ലോഗിൻ ചെയ്യേണ്ടി വരുന്നത് ഒരു തടസ്സമായി മാറും. ഇതിനെ കമ്മിറ്റ്മെന്റ് ഡിവൈസ് എന്ന് വിളിക്കുന്നു. അതിനെ അസംതൃപ്തമാക്കുക. ഒരു ഹാബിറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുക.
നിങ്ങൾ ഒരു മോശം ശീലം ചെയ്താൽ, ഉദാഹരണത്തിന് പുകവലിച്ചാൽ, നിങ്ങളുടെ സുഹൃത്തിന് 1000 രൂപ നൽകണം എന്നൊരു കരാറിൽ ഒപ്പിടുക. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടമെന്ന പേടി നിങ്ങളെ ആ ശീലത്തിൽ നിന്ന് തടയും. ഭാഗം 7. ഗോൾഡിലോക്സ് നിയമം, ദ ഗോൾഡിലോക്സ് റൂൾ. എന്തുകൊണ്ടാണ് നമ്മൾ പകുതി വഴിയിൽ മടുത്തുപോകുന്നത്? ഒന്നുകിൽ ആ ശീലം നമുക്ക് അമിതഭാരമാകും, അല്ലെങ്കിൽ അത് വളരെ ബോറടിപ്പിക്കും. നമ്മുടെ കഴിവിനേക്കാൾ വെറും 4% മാത്രം വെല്ലുവിളിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആവേശത്തോടെയിരിക്കുന്നത്. ഇതിനെയാണ് ഗോൾഡിലോക്സ് നിയമം എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാക്കാതെ ഓരോ ദിവസവും ചെറിയ രീതിയിൽ മാത്രം വെല്ലുവിളികൾ കൂട്ടിക്കൊണ്ടുതരിക. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, വിജയിച്ചവർ ബോറടിച്ചു തുടങ്ങുന്ന നിമിഷമാണ് നിങ്ങൾ ഒരു പ്രൊഫഷണലാകുന്നത്. മാറ്റം നിങ്ങളിൽ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, അറ്റോമിക് ഹാബിറ്റ്സ് എന്നത് ഒരു പുസ്തകമല്ല, അതൊരു ജീവിത രീതിയാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ലോകം മാറില്ല, പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ 1% മാറ്റം വർഷാവസാനം നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കും. നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ജീവിതത്തിലേക്കെത്താൻ നിങ്ങൾ വലിയൊരു കുതിച്ചാട്ടമല്ല നടത്തേണ്ടത്, മറിച്ച് സ്ഥിരതയോടെയുള്ള കൊച്ചു ചുവടുവെപ്പുകളാണ് വേണ്ടത്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാലുടൻ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന വെറും 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു പുതിയ ശീലം ഇന്നു മുതൽ തുടങ്ങുക. അതെന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഈ വിജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നന്ദി.